അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഹെയർ മാസ്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഹെയർ മാസ്ക് ഒരു ഹെയർ സ്പാ എന്നൊക്കെ പറയാം ഇതിന്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണെന്ന് പറയുന്നത് നമ്മൾ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ, അതായത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കാം, ബിക്കോസ് യു വിൽ ഗെറ്റ് ദ ലൈവ് റിസൾട്ട്സ്. അതുകൊണ്ട് ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കറക്റ്റ് അറിയാമല്ലോ. അപ്പം ഞാൻ പിന്നെ ബിക്കോസ് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഒന്ന് നമുക്ക് പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കോക്കനട്ട് മിൽക്ക് ഇതാക്കണം, പിന്നെ അതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അത് മാത്രമേ പണിയുള്ളൂ. ഒരുപാട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തേങ്ങയുടെ നമ്മൾ 1-ാം പാലും 2-ാം പാലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് വെള്ളമായാലും ഇത് കുറുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് 1-ാം പാലും 2-ാം പാലും മാത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിതവിടെ ഫസ്റ്റ് കുറച്ച് വെള്ളം, ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതാ ഫസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ബോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു മസ്ലിൻ ക്ലോത്ത് വേണം. ഇതിപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോർത്തെടുക്കാം, അല്ലെങ്കിൽ വല്ല മുണ്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പിഴിഞ്ഞ വെള്ളം ഇങ്ങോട്ടോ, അതിൻ്റെ വെള്ളം ഇങ്ങനെ വരണം, അതാണ് മെയിൻ. ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിപ്പം കൂടി പോയോ, എന്തായാലും കുഴപ്പമില്ല, കാര്യം നടത്താൽ മതി. അപ്പോൾ നമുക്കിത് ബൗളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് നല്ലോണം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാം. ഓൾറെഡി കുറച്ച് ഉരുട്ടി വരുന്നുണ്ട്. ഒരു തേങ്ങ മതിയായിരിക്കും എന്നെ മുടിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ 2-ാം പാൽ എടുക്കണം. നമുക്ക് ഈ സെയിം തേങ്ങ തന്നെ ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഇവിടെ അത്യാവശ്യം മെസ്സാക്കുന്നുണ്ട്. ക്ലീനിങ് ഞാൻ തന്നെയൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ 2-ാം പാൽ എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ 2-ാമതും ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-ാം പാൽ എടുക്കാം. എൻ്റെ അച്ഛൻ എൻ്റെ വീടിൻ്റെ താഴേക്ക് ഒരുപാട് താഴേക്കൊക്കെ പറമ്പുണ്ട്. അപ്പം അവിടെയൊക്കെ പോയി കുറുന്തോട്ടി ഇട്ടു. അപ്പം പണ്ട് അച്ഛൻ പറമ്പിലെല്ലാം പോയി കുറുന്തോട്ടിയെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് താളിയാക്കി തരുമായിരുന്നു. ഇറ്റ്സ് വെരി വെരി ഗുഡ് ഫോർ ഹെയർ. ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കുറുന്തോട്ടി താളിയെല്ലാം യൂസ് ചെയ്താൽ. വീക്ക്ലി വൺസ് ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ചെമ്പരത്തി താളി പിന്നെ കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. കുറുന്തോട്ടി എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം കാലങ്ങളായി, എനിക്കൊന്ന് കല്യാണത്തിന് വന്ന ശേഷം പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് അത്യാവശ്യം പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 3-ാം പാലൊന്നും എടുക്കുന്നില്ല, കാരണം നമുക്ക് ഇത് തന്നെ കുറുക്കിയെടുക്കാൻ ചിലപ്പോൾ ടൈം എടുക്കും. അപ്പം ഇത് കുറുക്കിയെടുത്തിട്ട് കുറച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം, ഒരുപാട് പേസ്റ്റ് പോലെ ആവില്ല, പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാൻ. പിന്നെ 2 രീതിയുണ്ട്. ഒന്നുകിൽ നമുക്കിത് ഇങ്ങനെ കുറുക്കിയിട്ട് എടുക്കാം, അപ്പോൾ കുറച്ചുകൂടി ഇത് വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ, ഒരു 1 സ്പൂൺ കോൺഫ്ലവർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പം ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. കോൺഫ്ലവർ നല്ലത് തന്നെയാണ്, തലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്കിത് കുറുക്കിയെടുക്കാം അടുത്തത്. അപ്പോൾ പാൻ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ എന്താ കോൺഫ്ലവർ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലോ പാലിലോ എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യും. ഞാൻ വെള്ളത്തിലാണ് മിക്സ് ചെയ്തത്. വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഫസ്റ്റ് കുറുക്കിയെടുക്കാം. പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
കോക്കനട്ട് മിൽക്ക്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ഇപ്പം അല്ല ആഡ് ചെയ്യുക. കോൺഫ്ലവർ ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പം നല്ലോണം തിളച്ച് തുടങ്ങി. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കുക. അപ്പം ഇത് നമ്മൾ കുറുക്കി ഇതാ ഇപ്പോൾ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ തീ. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കൂളാവാൻ വെക്കും. എന്നിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളത് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. നമ്മൾ കൂളായതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യും. അപ്പം ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഡൗട്ട്. നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഓയിൽ ചെയ്യുന്ന ആളാണ്, ഓയിൽ ചെയ്ത് കുളിച്ചാലാണ് നിങ്ങൾക്ക് സെറ്റ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്യാം. പക്ഷെ ഇതിന് ആക്ച്വലി ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമുക്കറിയാം കോക്കനട്ട് മിൽക്കാണ്, അതിനകത്ത് ഓയിൽ ഇറങ്ങും. അപ്പം നമുക്ക് തലയിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു സുഖമല്ല ഓയിൽ. അപ്പം നിങ്ങൾക്ക് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നേ വരെ ഓയിൽ അപ്ലൈ ചെയ്യാണ്ട് കുളിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്കത് ശീലമില്ല. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് ഓയിൽ റൂട്ട്സിലെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യട്ടെ. ഇത് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ മുടിയുടെ ടെക്സ്ചറാണ്. ഒന്ന് ചീവിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ റൂട്ട്സിൽ മാത്രം ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹെയർ മാസ്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ സുഖമാണ്. അപ്പം നമുക്കിത് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുടി 2 പാർട്ടീഷനാക്കി ഇടാം. നമുക്കിത് കുറച്ചായി എടുത്തിട്ട് റൂട്ട്സ് മുതൽ ഹെയറിൽ അപ്പോൾ ഒരു സൈഡ് നമ്മളിതാ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ അപ്ലൈ ചെയ്യണം. ഈ സൈഡും കൂടെ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ മാസ്ക് ഏത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും മുടി നന്നായിട്ട് ചീവി കൊടുക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് മുടിയോട് ചീവി കൊടുത്തായിരുന്നു. ഞാനത് പറയാനും ഷൂട്ട് ചെയ്യാനും വിട്ടുപോയി. അപ്പം അത് ചെയ്യണം. നമ്മൾ കോൺഫ്ലവർ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതാണ് പറയുന്നത്. ആൻഡ് ഐ ലവ് സ്ട്രെയിറ്റ് ഹെയർസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വടി പോലെ സ്ട്രെയിറ്റ് ആയിട്ട്. ചിലർക്കൊക്കെ ബൈ ബർത്ത് ദേ ഹാവ് ദാറ്റ് സിൽക്കി സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് ഹെയർ ആൻഡ് ഐ ലവ് ദോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും കോൺഫ്ലവർ അപ്ലൈ ചെയ്യാൻ വിചാരിച്ചത്. കാരണം എനിക്ക് സ്ട്രെയിറ്റ് ഹെയർസ് ഭയങ്കര ഇഷ്ടമാണ്. ലെറ്റ് ഹോപ്പ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ടു. അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം യൂസ് ആയിട്ടോ. അപ്പം എനിക്കൊരു 1 ഫുൾ തേങ്ങ തന്നെ വരണം. പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടെ നമുക്കൊരു ലാസ്റ്റ് അപ്ലൈങ് ഉണ്ടല്ലോ എല്ലായിടത്തും ഒന്നും അങ്ങനെയും കൂടെ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ തോന്നി. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു തേങ്ങയിൽ കൂടുതൽ എടുക്കേണ്ടി വരും എൻ്റെ ഹെയറിന്. നമുക്കിത് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും കെട്ടി വെക്കാം. ഞാനതവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാടൊന്നും അധികം കാരണം ഇത് തലയിൽ തേക്കുമ്പോൾ നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് തലയിലേക്ക് പിന്നെ
തണുപ്പൊന്നും പറ്റില്ല എന്നാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഇല്ല. അപ്പം പറ്റുവാണെങ്കിൽ ഹാഫ് ആൻ അവർ 1 അവർ ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് വാഷ് ചെയ്യാം. പിന്നെ വാഷ് ചെയ്യുമ്പോൾ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഹെർബൽ എസൻസിൻ്റെ ഷാമ്പു ആണ്. അതിന് മുന്നേ എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹെയറിനൊരു കണ്ടീഷനിങ് എഫക്റ്റ് ആണ്. അപ്പോൾ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ കെയർ റൂട്ടീനിൽ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വാഷ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ എന്തായാലും ഞാനൊരു 1 അവർക്ക് മിനിമം ഇത് തലയിൽ വെക്കുന്നുണ്ടാവും. എന്നിട്ട് ഞാനത് വാഷ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, അപ്പം ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇതാ. എനിക്കിപ്പം അങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നുന്നില്ല. ആകെ ഒരു ഡിഫറൻസ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷാമ്പൂവും ചെയ്ത് കണ്ടീഷണറും ചെയ്ത് കഴിയുമ്പോഴാണ് മുടി ഇത്ര സോഫ്റ്റ് ആവാറ്. പക്ഷെ ഇപ്പം എനിക്ക് കണ്ടീഷൻ ചെയ്യാതെ തന്നെ മുടി എന്താണ് പറയുക, ഞാൻ ഷാമ്പൂവും കണ്ടീഷണറും ചെയ്ത് കുളിച്ച പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറച്ച് നോർമലി എൻ്റെ മുടി കിടക്കുന്നതിനേക്കാളും കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഞാൻ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പാഡ് ഡ്രൈ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ലീവ് ചെയ്യാണ്. ഞാൻ ഇതിങ്ങനെ കിടന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഇനി നാളെ ഞാനിത് നല്ലോണം ഉണങ്ങിയിട്ട് മുടി ഒന്ന് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നാളെ കാണാം. ഹലോ എവരിവൺ, അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, മുടി ഞാൻ ഇന്നലെ കുളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ബ്ലോ ഡ്രൈ നമ്മൾ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല കുറച്ച് ഒതുങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല. ആ ഒരു ഫീലാണ് എനിക്ക് ഫുൾ ഉണങ്ങിയതിന് ശേഷം തോന്നിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ മുടി കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ മുടി പിങ്ങി നല്ല മെടഞ്ഞിട്ടിട്ടാണ് കിടന്നത്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ടും കൂടെ നല്ല ആ ഒരു വളഞ്ഞൊന്നും നിൽക്കാതെ നല്ല സ്ട്രെയിറ്റ് ഒന്ന് ചീകിയപ്പോഴത്തേക്കും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളൊരു ഹീറ്റ് പ്രൊഡക്ട്സോ ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാതെ നമുക്ക് മുടി ഇത്ര സോഫ്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും, അല്ലെങ്കിൽ ഷാമ്പൂ ഞാൻ അന്നൊരു ഹെയർ മാസ്ക് പറയുന്നു, ആ ഹെയർ മാസ്ക് യൂസ് ചെയ്താലും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനെ ഒരുപാട് ഹീറ്റ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ അതും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നൊരു സാധനമാണ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം കൊണ്ട് മുടി ഇത്ര സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്, നല്ല സോഫ്റ്റ് ആണ്. ആൻഡ് എനിക്ക് എന്താ ഇഷ്ടമായത്, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത്. നമ്മൾ 1 ടൈം യൂസിലെ മുടി ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടി ഇതൊക്കെയാണ്. വെറുതെ അല്ല, ഇത് വൈറലായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു വീക്ക്ലി 2 എങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മുടി ഒരുപാട് ഫ്രിസി ഒന്നും ആവാണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നമുക്ക് സ്ട്രെയിറ്റ് ആവണമെന്ന് കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിലാണ് മറ്റേ കോൺഫ്ലവറിൻ്റെ പൗഡർ. ഇപ്പം നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ആവണമെന്ന് ഒരുപാട് ആഗ്രഹം ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് കോക്കനട്ട് മിൽക്ക്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇത് സംഭവം സക്സസ് ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സീ യു ദെൻ, ടേക്ക് കെയർ, ബൈ.